ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഫിലാഫിലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഗ്രീൻ പീസ് 8 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക്, ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒരു മിക്സീൻ്റെ ജാറിലേക്കിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പം വെളുത്തുള്ളി നമുക്ക് കുറച്ചധികം വേണം കേട്ടോ, കാരണം നമുക്ക് ഇതിൽ വെളുത്തുള്ളീൻ്റെ ഫ്ലേവറാണ് കൂടുതൽ വേണ്ടത്. വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ കിട്ടാൻ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇതേപോലെ അരച്ചെടുക്കണം കേട്ടോ, നന്നായി അരച്ചെടുത്തൂടാ. നമുക്ക് ഈ കടിക്കാൻ കിട്ടുന്ന പോലെ അല്ലേ, അങ്ങനെതാ. ഇനി നമുക്ക് ഇതേ ഷേപ്പിലാക്കി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. പരിപ്പ് വടൻ്റെ നമുക്ക് കടിക്കുമ്പോൾ കിട്ടുന്നില്ല, അതേപോലെ തന്നെയാണ് നമുക്ക് ഗ്രീൻ പീസും ഇടയിൽ കിട്ടണം. അപ്പോൾ ആ ഒരു ടൈപ്പ് അരച്ചെടുത്താൽ മതി. നമുക്ക് അറിയുമല്ലോ എങ്ങനെയാണ് വേണ്ടത്. അപ്പം പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഇത്. വൈകുന്നേരം ചായയോടൊപ്പം എല്ലാം കഴിക്കാൻ പറ്റിയ ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ കമൻറ്റായി അറിയിക്കണം. നിങ്ങൾക്ക് എന്നെ ഏതാ വേണ്ടതെന്ന് കമൻറ്റിൽ അറിയിക്കും കേട്ടോ. അപ്പം അടുത്ത് നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഇത് ഓരോന്നായി കണ്ടോ, നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.